ഒരു വീട്ടിൽ ബർക്കത്തുണ്ടായാലാണ് ആ വീട്ടിൽ ജീവിക്കുമ്പോൾ സമാധാനം ഉണ്ടാവുക. വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ആ ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 5 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട് മുബാറക്കായ വീടായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ആമീൻ പറയാനും തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇത്രയും മനുഷ്യന്മാരുടെ ഉണ്ടല്ലേ. നിങ്ങളൊന്ന് എണീറ്റെന്ന് ഇരുന്നാട്ടെ. ഇതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. 2 കാര്യം ഞാൻ പറഞ്ഞു. എണീറ്റെന്ന് ഇരിക്കുക. റിസാലക്ക് ചേരു പൈസ കൊടുക്കൂല. അതാ നമ്മളെ പ്രശ്നം. ചേരും വേണം, പൈസയും കൊടുക്കണം. ഇപ്പൊ റിസാല ക്യാമ്പയിൻ കാല SSFന്റെ കുട്ടികളെ ചേർക്കാൻ വരുമ്പോൾ നല്ലോണം ചേരണം. നമ്മൾ നാളത്തെ ഉസ്താമാരും നേതാക്കളും അവരാണ് ആവേണ്ടത്. ആ കുട്ടികളെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം. മുസ്ലിം ജമാഅത്തിന്റെ പ്രായത്തിലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ എടുക്കുമ്പോൾ SSF പ്രായത്തിലുള്ള ഇസ്മായിൽ നബിനെയും കൂടെ കൂട്ടിയത് നാളത്തെ ഒരു ലീഡർ വളരണ്ടേ, അങ്ങനെ വളരണം. അവരെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം. അല്ലാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിൽ മലക്കൾ വരുന്നതിന് തടസ്സമായിട്ടൊന്നും ഉണ്ടാവരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം മലക്കൾ വരുമ്പോഴാണ് ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവുക. മലക്കൾ വരുന്നതിന് തടസ്സം എപ്പോഴാണ് ഉണ്ടാവുക? ഒന്ന്, വീട്ടില് നായകൾ ഉണ്ടാവുമ്പോൾ. അത് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാമത്, ഇന്നൽ മലായിക്കത്ത ലാ തദ്ഖുലു ബൈതൻ ഫീഹി സൂറത്തുൻ. ഫോട്ടോ ഉള്ളിടത്തേക്ക് മലക്കൾ വരൂല. അത് പത്രത്തിലെ പോട്ടായാലും ശരി, അല്ലാത്ത പോട്ടായാലും ശരി, ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ കിടക്കുന്ന റൂമിൽ അതൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. മലക്കൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പിശാച് ഓടും. ആ വീട്ടുകാർക്ക് ഇബാദത്ത് ചെയ്യാൻ വല്ലാത്ത തൗഫീഖ് ഉണ്ടാവും. ആ വീട്ടുകാർക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല. അപ്പൊ നമ്മളെ വീട്ടിൽ മലക്കൾ വരാൻ എപ്പോഴും ശ്രദ്ധിക്കണം. 2, വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ രണ്ടാമത് വേണ്ടത് നമ്മളെ വീട്ടിൽ അതിഥികൾ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. അതിഥി വരുന്ന വീട്ടിൽ വലിയ ബർക്കത്തുണ്ട്. 1000കണക്കിന് ബർക്കത്തുണ്ടാവും ഒരൊറ്റ അതിഥി നമ്മളെ വീട്ടിൽ വന്നാൽ. ഒരതിഥി നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം പാകം ചെയ്താൽ ചുറ്റുവട്ടം കുറച്ച് ദൂരം ഇങ്ങനെ നടക്കും, ആരെങ്കിലും അതിഥിയായിട്ട് കിട്ടോ നോക്കാൻ. അലി